അസ്സലാമു അലൈക്കും. നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. ഞാനിപ്പോഴത്തെ വിവാദം കണ്ടിട്ട് ചിരിച്ച് ചാവുകയായിരുന്നു. നിങ്ങളും കൂടെ ചിരിച്ചോളൂ. ആദ്യം നമുക്ക് ഈ ഒരു വീഡിയോ കാണാം. ഈ ചങ്ങാതിമാരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഇപ്പോൾ വന്നിട്ട് എന്ത് ചെയ്യുന്നു, നമ്മുടെ മുഹമ്മദ് റിയാസിനെ ഉണ്ടല്ലോ വിമർശിക്കുകയാണ്. എന്തെന്ന് പറഞ്ഞിട്ട് ഈ സതീശ സത്യപ്രതിജ്ഞ ചെയ്തിരുന്നല്ലോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ദേശീയഗീതം മുഴുവനായി ചൊല്ലിയതിനെ കുറിച്ചിട്ട് അയാളെ വിമർശിച്ചതാണ്. അയാൾ എന്തുകൊണ്ട് വിമർശിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പാർട്ടിയുടെ അജണ്ടയായിട്ടാണ് ഇവർ കൊണ്ടുപോകുന്നത്. അതായത് ദേശസ്നേഹമായിട്ടല്ല കൊണ്ടുപോകുന്നത്, ഒരു പാർട്ടിയെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലാണ് അതായി മാറുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് യോജിപ്പില്ല എന്നുള്ള രീതിയിലാണ് അയാൾ വന്നത്. ശരി, അയാൾ എന്തോ പറഞ്ഞോട്ടെ, അയാൾ ഇനി പറഞ്ഞ് തെറ്റാണെന്ന് അങ്ങ് വിചാരിക്കാം. പക്ഷേ അയാളൊരു ദേശഗീതത്തിൽ ലാസ്റ്റ് വരിഭാഗങ്ങൾ പറയാൻ പാടില്ല എന്നേ പറഞ്ഞുള്ളൂ. പക്ഷേ അല്ലെങ്കിൽ അതിലൂടെ അയാൾ യോജിക്കുന്നില്ല എന്നുള്ളൂ. ഇവിടെ ഗാന്ധിയുടെ ഫോട്ടോ വെച്ചിട്ട് അല്ലെങ്കിൽ ഗാന്ധിയുടെ പ്രതിമ വെച്ച് വെടിവെക്കുന്നു. ഗാന്ധിനെ വെടിവെച്ച് കൊന്ന ഗോഡ്സേനെ സിന്ദാബാദ് വിളിക്കുന്നു, ദേശീയ കൊടിയെ കത്തിക്കുന്നു. ഇന്ത്യ മഹാരാജ്യത്ത് എന്തെല്ലാമാണ് നടക്കുന്നത്. പക്ഷേ ഇതൊന്നും ചർച്ചയില്ല. ഇപ്പോൾ ഈ കാണുന്ന റിയാസിനെ എന്തുകൊണ്ട് വിവാദത്തിൽ കൊണ്ടുവരുന്നറിയോ? റിയാസ് പറഞ്ഞ വാക്കിനെ എല്ലാവരും എടുത്ത് അലക്കുക. ഈ ടീമാണ് എടുത്ത് അലക്കുന്നത്. എന്തിനാ അലക്കുന്നറിയോ? ഇന്നത്തെ നമ്മുടെ ഇന്ത്യയുടെ ഏറ്റവും വലിയ ഈ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടല്ലോ, അതാണ് ഇവിടെ പ്രശ്നം. വിലകയറ്റം, ഒരുപാട് പെട്രോളിന് വിലകയറ്റം, ഗ്യാസ് കിട്ടാൻ വഴിയില്ല. നോർത്ത് ഇന്ത്യ ഉൾപ്പെടെ ഒരുപാട് പ്രശ്നങ്ങൾ ഇന്ത്യ നേരിടുന്നുണ്ട്. വലിയ പ്രശ്നങ്ങളാണ് ഓരോ പൗരനും നേരിടുന്നത്. അതൊക്കെ ചർച്ചയ്ക്ക് വരുന്നുള്ളത് പ്രത്യേകിച്ച് കേരളത്തിൽ ചോദിക്കും. കേരളത്തിൽ അത്യാവശ്യം അരിയാഹാരം കഴിക്കുന്നവരും ബുദ്ധിയുള്ള ആൾക്കാരുണ്ട്. അവർ ചോദിക്കും ഇതിന് പല രീതിക്കും. ആ ചോദ്യം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്, ഈ മുഹമ്മദ് റിയാസിൻ്റെ വിഷയത്തിനടുത്ത് പൊക്കിക്കൊണ്ടുവന്നിട്ട് ഇവരുടെ പേജുകളുണ്ട്, മനസ്സിലായി, ഇവരുടെ ഒരുപാട് പേജുകൾ. ഇവരാണ് സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നത്. ഈ സോഷ്യൽ മീഡിയയിൽ ഇവരെല്ലാ ബ്ലോഗർമാരെയും വെച്ചിട്ട് റിയാസിൻ്റെ വിഷയം മാത്രമാണ് ഇതിങ്ങനെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളെല്ലാം ഇവിടെ അരിയാഹാരം കഴിക്കുന്നവരാണ്, നമുക്കറിയാം ഇതൊക്കെ എന്താണ് സംഭവം എന്നുള്ളത്. ഈ ദേശഗീതത്തിനെയും അതുപോലെ തന്നെ ഈ ഗാന്ധിജീനെയൊക്കെ, അതായത് എല്ലാത്തിനെയും വലിയ രീതിയിൽ വിമർശിക്കുകയും ഈ ഗാന്ധിയെ കൊന്ന ഗോഡ്സയെ സപ്പോർട്ട് ചെയ്യുന്ന അതേ ടീം വന്നിട്ട് പറയുകയാണ് മുഹമ്മദ് റിയാസ് പറഞ്ഞത് ശരിയല്ല എന്ന്. അയാൾ പറഞ്ഞത് ശരിയല്ല എന്ന് ആയിക്കോട്ടെ, പക്ഷെ അത് ഇത്ര വലിയ വിവാദമാക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. ഉണ്ടോ? അതിന് മാത്രം എല്ലാവരും എടുത്ത് അലക്കേണ്ട കാര്യമില്ലല്ലോ. മനസ്സിലായോ? അതിനുള്ള വിഷയമൊന്നുമില്ല. അതിൻ്റെ അപ്പുറത്തുള്ള വിഷയങ്ങൾ ഇവിടെ ഇന്ത്യ മഹാരാജ്യത്ത് നടക്കുന്നുണ്ടല്ലോ. എന്തുകൊണ്ട് അത് ചർച്ചയില്ലാത്തത്? അതിനെക്കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്യൂ. എന്തെല്ലാം കാര്യങ്ങളുണ്ട്, അതിനെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കൂ. സാമ്പത്തിക പ്രതിസന്ധി വന്നപ്പോൾ ഗോൾഡ് വാങ്ങരുതെന്ന് പറഞ്ഞത്, ഗോൾഡ് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യൂ. അവിടെ നിന്ന് കൊണ്ടുവരുന്നത് ഇന്ത്യ വഴി കൂടെ അല്ലേ? താൽക്കാലികമായിട്ട് ഞങ്ങൾ ഇന്ത്യയിലേക്ക് ഗോൾഡ് കൊണ്ടുവരുന്നത് നിർത്തി വെച്ചിരിക്കുന്നു, ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ട്, നിങ്ങൾ തടഞ്ഞു വെക്കൂ. ജനങ്ങളോട് നിങ്ങൾ വാങ്ങരുത് എന്ന് പറയാൻ പാടില്ലല്ലോ. ഇവിടെ കൊണ്ടുവന്ന് വിൽപ്പനയ്ക്ക് വെക്കുമ്പോൾ ജനങ്ങൾ വാങ്ങും. അതിൻ്റെ പകരം നിങ്ങൾ തടഞ്ഞു വെക്കുക. അത് തടയാൻ വഴിയില്ല. പകരം വന്നിട്ട് നിങ്ങളത് വാങ്ങരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ എന്തെങ്കിലും പൈസ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പല ആവശ്യത്തിനും ഗോൾഡ് വാങ്ങുന്നവർ ഗോൾഡ് വാങ്ങും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് പ്രിയ സുഹൃത്തുക്കളെ. പക്ഷേ ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്യാൻ പോയി കഴിഞ്ഞ് പറഞ്ഞാൽ ഇവർ 1921 കാര്യം എടുത്തിട്ട് വരും. എന്നിട്ട് ഇറാൻ്റെ കഥ ഒരുത്ത വീഡിയോ ചെയ്ത് വെച്ചിരിക്കുന്നത്. സദാം ഹുസൈൻ്റെ കാര്യത്തിന് ഇപ്പോൾ കുറിച്ച് പറയാം. ഞാൻ ആലോചിച്ച് നോക്കി, സദാം ഹുസൈനെ അയാൾ ചെയ്ത തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും അയാളെ കൊണ്ടുപോയി തൂക്കിലേറ്റി അയാളുടെ രാജ്യത്തിനെ കത്തിച്ചു വിട്ട് ആ കഥ അവിടെ അവസാനിപ്പിച്ചു. പക്ഷെ ഒരു ബ്ലോഗർ എന്നിട്ട് പറയുക ആയിരക്കണക്കിന് ഇന്ത്യക്കാരെ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത്. ഞാൻ ആലോചിച്ച് നോക്കി, ആയിരക്കണക്കിന് ഇന്ത്യക്കാർ അവിടെ യുദ്ധം നടന്നപ്പോൾ ജോലി പോയി. അത് ഇന്ത്യയുടെ കടമയാണ് അവരെ കൊണ്ടുവരിക എന്നുള്ളത്. അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഇറാനിലൊന്നും സംഭവിച്ചത്. ഇറാനിൽ ആരാണ് പോയി യുദ്ധത്തിന് വിളിച്ചത്? ഇറാനാണോ പോയി വിളിച്ചത്? അമേരിക്ക അല്ല, അമേരിക്കയാണ് ഇറാനെ പോയി വിളിച്ചതും യുദ്ധങ്ങൾ ഉണ്ടാക്കിയതും പ്രതിസന്ധിയിൽ നമ്മുടെ ഇന്ത്യ ഉൾപ്പെടെ എല്ലാ രാജ്യത്തെയും പ്രതിസന്ധിയിലാക്കിയതൊക്കെ അവരാണ്. പക്ഷേ ഇവിടെ കടന്നിട്ട് ബ്ലോഗർമാർ പറയുകയാണ് ഇതെല്ലാം ഇവരാണെന്ന്. പിന്നെ അതിൻ്റെ ഇടയിൽ മതത്തിനെ കുത്തിക്കയറ്റുക. അരിയാഹാരം കഴിക്കുന്നവർക്ക് ഇത് വളരെ കൃത്യമായിട്ട് അറിയാം എന്താണ് സംഭവം എന്നുള്ളത്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾ അരിയാഹാരം കഴിക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് കമൻറ്റിൽ പറയുക. മുഹമ്മദ് റിയാസ് പറഞ്ഞതോട് എനിക്ക് യോജിപ്പൊന്നുമില്ല, അയാൾ പറഞ്ഞത് തെറ്റാണ്. അതായത് ഒരാൾ നോക്കി നിൽക്കുകയാണ് നമ്മളെ വീഴ്ത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് നമ്മളൊരു പാലട്ട് കൊടുക്കുന്ന രീതിയിലാകരുത്, മനസ്സിലായി, അല്ലെങ്കിൽ അതിനൊരു വളമായി മാറരുത്. അപ്പോൾ ആ രീതിക്കാണ് ആകെ ഈ അധികാരം ഉണ്ടല്ലോ, ഇപ്പോഴത്തെ ഭരണം ഉണ്ടല്ലോ, പ്രതിസന്ധിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ അല്ലെങ്കിൽ അതിനെ ഡൈവേർട്ട് ചെയ്യാനും അതിനെ വഴിതിരിച്ച് വിടാനും ഒരു പോയിന്റ് മുഹമ്മദ് റിയാസ് എടുത്തിട്ട് കൊടുത്ത് അത് പിടിച്ചിട്ട് ഇവരെന്ത് ചെയ്യുന്നു? ഇപ്പോഴത്തെ പെട്രോൾ വില അപ്പോൾ നമുക്ക് 3 രൂപ കൂടി, വീണ്ടും 1 രൂപ കൂടി, ഇനിയും കൂടിക്കൊണ്ടേയിരിക്കും. ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ചെയ്യാൻ പറ്റുന്ന ഒന്നുള്ളൂ, വന്ദേ മാതരം ഭാരത് മാതാ കി ജയ്. ഇത് പറഞ്ഞ് പോയിക്കൊണ്ടേയിരിക്കുക, ഒരു കുഴപ്പമില്ല. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ,
നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കമൻറ്റിലൂടെ പറയുക.